നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അതായത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നാട്ടിൽ നമ്മൾ ഏത് സമയത്ത് ലീവിന് വന്നു കഴിഞ്ഞാലും പിള്ളേർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വൈകുന്നേരമൊക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ ചേട്ടൻ വന്ന് വിളിക്കുമ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു, അതാണ് ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് പോയത്. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു സാധനം കാണാതിരിക്കില്ല. കാരണം ചേട്ടനാണ്, എൻ്റെ ഭർത്താവാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ സൗണ്ട് കേട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതാ ഈ സാധനം അങ്ങോട്ട് എടുത്ത് വെച്ചേന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വീഡിയോ ഓണാക്കി വെക്കാമെന്ന്. വേറൊന്നുമല്ല, അവർ ഊട്ടിയിൽ ടൂറൊക്കെ പോയായിരുന്നേ. അപ്പോൾ ടൂറിന് പോയ സമയത്ത് ഞങ്ങളെ വിളിച്ചായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോഴും ഞാൻ ചുമ്മാ ഇങ്ങനെ ചേട്ടനോട് പറഞ്ഞു എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവരാൻ പറയാമെന്ന്. അത് തിന്നേണ്ട സംഭവം എന്നല്ല, ഇത് ഊട്ടി സ്പെഷ്യൽ വർക്ക് പറഞ്ഞിട്ടുള്ള ചോക്ലേറ്റ് എന്നാണ് ഇതിൻ്റെ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ തിന്നേണ്ടതല്ല, എന്തെങ്കിലും നമുക്കൊരു വെറൈറ്റി. പക്ഷേ ചേട്ടൻ പറഞ്ഞില്ല. ചേട്ടൻ എന്നോട് പറഞ്ഞു പിള്ളേരും കൂടി ഇല്ല, പിന്നെ ആർക്ക് വേണ്ടിയിട്ട് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. സർപ്രൈസായിട്ട് നമ്മൾ മനസ്സിൽ വിചാരിച്ചതും പുള്ളി മാനത്ത് കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ കൊണ്ടുവന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഊട്ടി സ്പെഷ്യൽ വർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ചോക്ലേറ്റ് ഒന്നല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങനെ മധുരമൊക്കെ മിക്സ് ആക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് എടുക്കുന്ന എന്തോ ഒരു സംഭവമാണ്. കൊള്ളാം കേട്ടോ, ആൾക്കാർക്കൊരു മടുപ്പ് തോന്നില്ല കഴിക്കുമ്പോൾ. എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവരുമ്പോഴത് അത് ചെറിയ പീസായാലും പോലും വല്ലാത്തൊരു സന്തോഷമാണ്. ആരെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്കങ്ങനെ കിട്ടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ പിള്ളേർ ആയതിന് ശേഷം എന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ ഗൾഫിൽ നിന്നായാലും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരും. എന്തോ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാം. കാരണം ഏത് വഴിക്ക് പോയി കഴിഞ്ഞാലും പിള്ളേരെ കണ്ടുകൊണ്ട് ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്ന് വെച്ചാൽ പിള്ളേരില്ല. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഇവർ ചോദിക്കും കേട്ടോ, നിൻ്റെ അമ്മയെല്ലാം എടുത്ത് കഴിച്ചായിരുന്നോ, നിങ്ങൾക്ക് തന്നില്ലേന്ന്. അപ്പോൾ അതൊക്കെ ഞാനെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പൊട്ടിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഇനി അതുപോലെ കെട്ടിവെക്കും. അവർ വന്നതിന് ശേഷം മാത്രമേ ഇനി ഇത് ഞാൻ കഴിക്കില്ലേ. പിന്നെയെന്ന് വെച്ചാൽ എനിക്കിതുപോലെ മധുരം കാര്യങ്ങളൊന്നും വലിയൊരു താല്പര്യമില്ല. പിള്ളേരുണ്ടെങ്കിൽ അങ്ങ് കഴിക്കും. അവരില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത നമുക്ക് ഇഷ്ടമുള്ളൊരു സാധനം പോലും നമ്മൾ അങ്ങ് കഴിക്കാറില്ല എന്ന്. ഈ ചോക്ലേറ്റ് എന്ന് വെച്ചാൽ വൈറ്റും അതുപോലെ ബ്രൗൺ ചോക്ലേറ്റും ആണ്. പക്ഷേ കടലയൊക്കെ മിക്സ് ആയിട്ടില്ലയാണ്. എനിക്ക് എന്തോ കടല ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ചെറിയൊരു പീസ് ടേസ്റ്റ് ചെയ്തതേ ഉള്ളൂ. പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിള്ളേർക്ക് ഇനിയിപ്പോൾ ഇത് വിളിച്ച് പറയുമ്പോഴേക്കും ഒന്നും പറയണ്ട, വല്ലാത്ത സന്തോഷമായിരിക്കും കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയേ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ. പക്ഷേ നമ്മളെ സ്വന്തം ആൾക്കാർ പോലും നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് തരാറില്ല. ഒരുപാട് സ്നേഹം.